ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മളിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടക്ടറിൽ കുറേയധികം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇലക്ട്രോൺസ് വിച്ച് ആർ ലൂസ്ലി ബൗണ്ട് ടു ദി ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. റൂം ടെമ്പറേച്ചറിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിലായിരിക്കും. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യാതെ പല ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ സിക്സാക് മൂവ്മെൻ്റ് ആയിരിക്കും, കോൾഡ് ബ്രൗണിയൻ മോഷൻ. ഒരു ഇലക്ട്രോണിൻ്റെ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അയോണുമായി കൊളൈഡ് ചെയ്യുന്നു, അതിനുശേഷം അടുത്ത അയോണുമായി കൊളൈഡ് ചെയ്യുന്നു. രണ്ട് കൊളീഷന് ഇടയ്ക്ക് ഈ ഇലക്ട്രോൺ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഈ ഫ്രീ പാത്തിനായി ഇലക്ട്രോൺ എടുക്കുന്ന സമയമാണ് റിലാക്സേഷൻ ടൈം ടോ. റിലാക്സേഷൻ ടൈം ഇസ് ദ ആവറേജ് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. ടോ ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2 പ്ലസ് ടോ 3 എക്സെട്ര ടോ n ബൈ n. റൂം ടെമ്പറേച്ചറിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനുള്ള കാരണം ദേ ഹാവ് തെർമൽ എനർജി. ഈ ഇലക്ട്രോൺസിൻ്റെ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ഡയറക്ഷനിലുള്ള വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകും. അങ്ങനെ ഈ കണ്ടക്ടറിലുള്ള ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയുടെ ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. ഈ ആവറേജ് വെലോസിറ്റിയെ തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നു. ആവറേജ് ഓഫ് തെർമൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആവറേജ് വെലോസിറ്റി 0 ആണെങ്കിലും ആവറേജ് സ്പീഡ് 0 ആകില്ല. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS സ്പീഡ് ഈക്വൽ ടു √3kT/m. K ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. നോർമലി റൂം ടെമ്പറേച്ചർ ഈ വാല്യൂ 10⁵ m/s ആണ്. ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ വാല്യൂ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഈ കണ്ടക്ടറിൽ സെൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യും. കണ്ടക്ടറിൻ്റെ ഈ എൻഡ് പോസിറ്റീവും മറ്റേ എൻഡ് നെഗറ്റീവുമായിരിക്കും. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്. Since the electrons are negatively charged, they experiences an attraction towards the positive terminal of the battery. ഈ ഇലക്ട്രോൺസ് എല്ലാം തന്നെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. The average velocity with which free electrons of a conductor gets drifted towards the positive end of the conductor when a potential difference is applied across its ends is called drift velocity. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരിക്കലും ലീനിയർ ആയിട്ടല്ല ഒരു സർക്യൂട്ടിൽ കൂടി മൂവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് ചിത്രത്തിൽ. ഡോട്ടഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോഴും, കണ്ടിന്യൂസ് ലൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള
ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെയുമാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത കാരണം പോസിറ്റീവ് സൈഡിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇതിനെയാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. Expression for drift velocity. Let V be the potential difference across the ends of a conductor. This potential difference produces an electric field capital E. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഫ്രീ ഇലക്ട്രോൺ എക്സ്പീരിയൻസസ് a force called Coulomb force. F is equal to minus small e into capital E. We know F is equal to ma. Comparing above two equations, ma is equal to minus small e into capital E. Therefore, A is equal to minus E capital E by M. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റായിട്ടാണ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു സ്മോൾ ഇ ക്യാപിറ്റൽ ഇ ബൈ എം. ഈ ആക്സലറേഷൻ കാരണം ഫ്രീ ഇലക്ട്രോണിന് ഒരു അഡീഷണൽ വെലോസിറ്റി അക്വയർ ചെയ്യുന്നു. V equal to U plus AT. V എന്നത് ഫൈനൽ വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന വെലോസിറ്റി കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ under electric field is called drift velocity, Vd. Therefore, here V becomes Vd. U എന്നത് സെൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കോൾഡ് തെർമൽ വെലോസിറ്റി. അതിൻ്റെ ആവറേജ് 0 ആണ്. T equal to tau relaxation time means average time between successive collision. A equal to E capital E by M. Therefore, drift velocity Vd is equal to A tau. That is, Vd is equal to small e capital E by M into tau. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏകദേശം 0.1 മില്ലിമീറ്റർ പെർ സെക്കൻഡ്. ഇത്രയ്ക്കും പതുക്കിയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, എന്തായിരിക്കും കാരണം? ഇവിടെ കണ്ടക്ടറിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പാകും. ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുന്നത് ലൈറ്റിൻ്റെ സ്പീഡിലാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഇലക്ട്രോൺ പോകേണ്ടതില്ല ബൾബ് പ്രകാശിപ്പിക്കാൻ. കണ്ടക്ടറിൽ ബൾബിൻ്റെ അറ്റത്തുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോ കറൻറ്റിന് കാരണമാവുകയും അതുവഴി
ബൾബ് പ്രകാശിക്കുകയും ചെയ്യും. റിലേഷൻ കണക്റ്റിംഗ് കറൻറ്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സ്മോൾ എൽ ലെങ്ത്തും ക്യാപിറ്റൽ എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഒരു വോൾട്ടേജ് ഈ കണ്ടക്ടറിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. ലെറ്റ് വി ഡി ബി ദ drift velocity of electrons due to this electric field. Small n is the number density of electrons in a time small t. Number density small n is equal to number by volume. Therefore, number capital N is equal to small n into volume. Capital N is equal to small n AL. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സ്മോൾ എൽ ലെങ്ത്തുമുള്ള കണ്ടക്ടറിൻ്റെ വോളിയം ക്യാൻ ബി ടേക്കൺ ആസ് AL. Velocity V is equal to distance by time. Therefore, distance is equal to velocity into time. Here, distance is equal to small l. Also, velocity can be taken as Vd, drift velocity. Therefore, L is equal to Vdt. Then capital N is equal to small n A Vdt. Multiplying the above equation with small e, we will get capital N E is equal to small n A Vd Te. Here Ne is equal to Q, total charge. Therefore, Q is equal to Na Vd Te. Taking T on the left hand side, equation becomes Q by T is equal to Na Vde. But current I is equal to Q by T. Therefore, the above equation becomes I is equal to Na Vde. I is equal to NaVDE. ക്യാപിറ്റൽ എ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരികയാണെങ്കിൽ I by A is equal to NVDE. But we know I by A is equal to J, current density. Also, Vd equal to small e capital E by M into tau. Therefore, the above equation becomes J is equal to N E square tau by M into capital E. ഇവിടെ എൻ ഇ സ്ക്വയർ ടോ ബൈ എമ്മിന് സിഗ്മ എന്ന് കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. ദിസ് ഈസ് ദ വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ.
Sigma is equal to n e square tau by m. Also, rho is equal to m by n e square tau.